പാടിയിട്ടുണ്ട്. സോ ഹാപ്പി. നമ്മൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, അപ്പോൾ അത് ഒത്തിരി സന്തോഷം. മൊത്തത്തിൽ നല്ല എൻഗേജിങ് ആണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. KGF പാട്ടിന് ശേഷം ഇതാണോ പിന്നെ പാടിയ പാട്ട്? KGF പാട്ട് പാടിയതിനു ശേഷം ഇതാണോ ഇപ്പോൾ പാടിയത്? അതിനിടയ്ക്ക് കുറച്ച് മൂവീസ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു എന്താ പറയുക, കുറച്ചുകൂടെ റീച്ച് ആയത് ഈ പാട്ടാണ്. എൻ്റെ ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഏരീസ് പോലൊരു വലിയൊരു ബാനറിൽ ഒരു സിനിമ വീണ്ടും അഭിനയിക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമ ഏറ്റെടുക്കുന്ന നിങ്ങൾ എല്ലാവരുമാണ്. എല്ലാവരും രണ്ട് കയ്യിൽ നിന്നൊക്കെ സ്വീകരിക്കണം മാത്രം പറയാൻ എല്ലാവരും അത് സിനിമ എല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവരൊക്കെ കണ്ടവരാണെങ്കിൽ ഇവരോട് താങ്ക് യു. കണ്ടു കാണുന്നതല്ല, എല്ലാവരും കണ്ടു. താങ്ക് യു. അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറർ പ്രേതം വന്ന് പേടിപ്പിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും പേടിച്ച് പ്രേതത്തെ ഭയന്ന് അങ്ങനെയൊന്നുമില്ല. അതൊരു ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ ഒരു പറഞ്ഞു പോകുന്നതാണ്. ഹൊറർ എലമെന്റ് അതിനകത്ത് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല മൂവി. അപ്പോൾ അരുൺ വെമ്പല ഡയറക്ടർ സിനിമയാണ്. അതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമാറ്റിക്കൽ ത്രില്ലറാണ്. ഒരു നിഗൂഢം നിറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷനും പിന്നെ ഒരു ഹൊറർ മോഡലും കാണപ്പെടുന്ന സിനിമയാണ് കർണകി എന്ന സിനിമ. കാരണം വിയാൻ മംഗളശ്ശേരി നായകനാവുന്ന സിനിമയാണ്. നല്ലൊരു ഡ്രാമാറ്റിക്കൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പ്രിയങ്ക നായരാണ് ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. എല്ലാം കൊണ്ട് തന്നെ ഫീൽ ഗുഡും എല്ലാം കൊണ്ടും തന്നെ വർക്കൗട്ടായി പോകുന്ന സിനിമയാണ്. കാരണം DJയും ഡാൻസ് പെർഫോമൻസും ഒരു മത്സരത്തിന് ശേഷം ഒരു നായകവല്ലി പെർഫോമൻസ് ആയിട്ട് ഒരു പുതുമുഖ നായിക വരുന്നുണ്ട്. എല്ലാം കൊണ്ട് തന്നെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വിയാൻ മംഗളശ്ശേരിയുടെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസ് ആണ് കർണകി സിനിമ സൂചിപ്പിക്കുന്നത്. അതായത് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക ഒരു പുതിയൊരു പരീക്ഷണ ചിത്രം തന്നെയാണ്. ഹൊറർ എക്സ്പീരിയൻസിന് ഒരു വേറിട്ടൊരു മുഖം തന്നെയാണ് കർണകി സിനിമ സൂചിപ്പിക്കുക. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. റേറ്റിംഗ് ഒരു 5/4. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കർണിക? ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പുതിയ ഡയറക്ടറാണ്, പുതിയൊരു കുറച്ച് ആർട്ടിസ്റ്റുകളാണ് ടീമാണ്. അതായത് രവി സാറിൻ്റെ പ്രിയങ്കാമയുടെ. അപ്പോൾ എല്ലാവരും പടം കാണുക. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഹൊററല്ല എങ്കിലും കുറച്ച് എലിമെൻസ് ഒക്കെ ഉണ്ട്. ഹൊററിൻ്റെ കുറച്ച് എലിമെൻസ് ഒക്കെ ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ ഈ ചെറിയ സിനിമ എല്ലാവരും വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട്. ഒരു വില്ലൻ വേഷമാണല്ലോ കൈകാര്യം ചെയ്തത്. അപ്പോൾ എത്രത്തോളം അത് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടറാണത്. അതിനെക്കുറിച്ച് പരിപാടി എത്ര ഓക്കെയാണ്? ഓക്കെ, താങ്ക് യു.